തന്നെ തോമസ് ഷോർട്സന്റെ സംഘം പലപ്പോഴും അറ്റാക്കിംഗ് മെന്റാലിറ്റി കാഴ്ചവെച്ചിട്ടുള്ള ഒരു ടീമാണ്. കുറച്ചുകൂടി ഓപ്പൺ സ്പേസ് അനുവദിച്ചു കൊടുത്ത് ഒരു നല്ല അറ്റാക്കിൽ ഇടതുവിങ്ങിൽ മനോജിന്റെ ഫോർവേഡ് ബോൾ ജോസഫ് സണ്ണി. ജോസഫിന്റെ ക്രോസിംഗ് കമ്മിങ്, പക്ഷെ അവിടെ സാഹിൽ ടവോറയുടെ ഹെഡർ ക്ലിയറൻസ് ആണ്. പക്ഷെ ബോക്സിന് വെളിയിൽ അപകടമാണ്. ഷോട്ടിംഗ് കമ്മിങ്. ലീഗ മാത്രമല്ലല്ലോ, അവരുടെ സേവുകൾ നോക്കുകയാണെങ്കിൽ ഹൃതിക് തിവാരി 8 സേവ് നടത്തിയിട്ടുണ്ട്, സെയിം ആസ് വിശാൽ. രണ്ടുപേരുടെയും സേവുകളുടെ എണ്ണം കൃത്യമാണ്, ഒരേപോലെയാണ്. പക്ഷെ വിശാൽ എന്ന് പറയുന്ന ഡൽഹിയുടെ ഗോൾ കീപ്പർ 6 ഗോൾ കൺസിഡർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുകയും പകരം ഒരു സംശയമില്ല ആ ഒരു പാർട്ണർഷിപ്പാണ് തുടക്കത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇവിടെ ഒരു ഫൗൾ വിളിക്കുകയാണ് ജോസഫ് സണ്ണിക്കെതിരെ. ജോസഫ് സണ്ണി സാഹിൽ ടവോറ, എനിക്ക് തോന്നുന്നു അതിന് യെല്ലോ കാർഡും കൊടുത്തിരിക്കുന്നു. യെല്ലോ ഫ്രീ കിക്ക് ആണ് ഇവിടെ ഗോവയ്ക്ക് അനുകൂലമാണ്. ഗോൾ കീപ്പർ ഒരു അപകടത്തിലേക്ക് ബോറിസ് ഇങ്ങെത്തുകയാണ് റൈറ്റ് ഫ്ലാങ്കിൽ. ബോറിസ് ഒരു 1-2 കളിച്ച് മുന്നേറുകയാണ് റൈറ്റ് ഫ്ലാങ്കിൽ. വീണ്ടും ബോറിസിന്റെ ക്രോസ്, പക്ഷേ ക്രോസ് ബുദ്ധിമുട്ടിച്ചു ശരിക്കും. നല്ലൊരു 1-2 ആയിരുന്നു, നന്നായി കൊടുത്തു മാറി മുന്നേറിയ 2 ഫുൾ ബാക്കുമാരെന്ന് തന്നെ പറയാം. ബോറിസും മുതാന്തയും കൂടെ ചേർന്ന് നല്ല കോമ്പിനേഷൻ റൈറ്റ്. എന്നാൽ ആ ക്രോസിൽ എങ്ങനെ അത് രക്ഷപ്പെടുത്തി എന്നുള്ളത് ഗോൾ കീപ്പേഴ്സ്. റൈറ്റ് ഫ്ലാങ്കിൽ ഏതായാലും അതിന്റെ ഭാഗമായി ഗോവ ദാന്തയുടെ ഒരു ക്രോസിന് ശ്രമിക്കുന്നു. ഗോൾ കീപ്പർ ബീറ്റനാണ്, പക്ഷെ ആ പന്തിലേക്ക് കണക്ട് ചെയ്യാൻ വീണ്ടും സാധിക്കുന്നു. എത്ര ബ്ലോക്കുകൾ ആവശ്യമുള്ളൊരു മത്സരമാണിത്. ഡ്രാസിച്ച് റൈറ്റ് ഫ്ലാങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യുന്നു. ഡ്രാസിച്ചിന്റെ ഈ ഒരു വെയിറ്റിംഗ് ആണ്, ബോളാണ് അവിടെ സെറ്റ് ചെയ്യുന്നത്. അത്രമാത്രം ടൈറ്റ് ആയ ഒരു 9 ഇൻഡിവിജ്വൽ ഡിഫൻസ് ആണ് അവിടെ സെറ്റ് ചെയ്യുന്നത് കാണാം. സോ ഒരു സോളോ ട്രൈ, വാട്ട് എ ഷോട്ട്. പാസ് ആണ് ശരിക്കും അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതും. എന്നാൽ അത് സാഹിൽ ടവോറിൽ നിന്ന് പന്ത് വീണ്ടെടുത്ത് കിട്ടിയപ്പോൾ തന്നെ നല്ലൊരു ഷോട്ട് എടുക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല ഡിപ്പ് ഉണ്ടായിരുന്നു ആ ഷോട്ടിന്. ഗോവനാക്രമണം റൈറ്റ് ഫ്ലാങ്കിൽ വെയിറ്റ് ചെയ്യുന്നതോടെ ഡ്രാസിച്ചിന്റെ ക്രോസ്. റിബേറോ എത്രമാത്രം എഫേർട്ട് ഇട്ട ഹെഡർ ക്ലിയറൻസ്. ഇത്തവണ ലെഫ്റ്റ് ഹാൻഡിൽ നിന്നും ആകാശ് സംഗ്വാൻ. ഇതുവരെ ആകാശ് സംഗ്വാനെ പറ്റി പറഞ്ഞ കുറ്റങ്ങളും കുറവുകളും എല്ലാം മാറ്റിവെക്കാം. ആകാശ് സംഗ്വാൻ പിന്നെ ആ പന്തിലേക്കൊന്ന് കാല് വെക്കുന്ന ഒരു റോള് മാത്രമേ ഉണ്ടായി. 3ാം ഗോൾ. എത്ര മനോഹരമായ ബോളാണ് അവിടെ ആകാശ് സാങ്വാൻ കൊടുക്കുന്നതെന്ന് കാണാം. ഡിഫൻസിന് ഒരു അവസരം പോലും നൽകുന്നില്ല. അളന്നു മുറിച്ച സെക്കൻഡ് പോസ്റ്റിലേക്കുള്ള ആ ഒരു ക്രോസ് എല്ലാ ഡിഫൻഡർമാരെയും ബീറ്റ് ചെയ്തു. മനോജിനെയും അലക്സ് അജിയെയും ബീറ്റ് ചെയ്ത് അവരുടെ ഇടയിൽ കൂടെ വന്ന കൺഫ്യൂഷൻ ഏതായാലും ഒരു ഗോള് പോരാ, ഒന്നുകൂടെ പറ്റുമെങ്കിൽ അതുകൂടെ ട്രൈ ചെയ്യുകയാണ്. ഏതായാലും അതിനുള്ള സമയം അവിടെ പട്ടോടയിൽ ലഭ്യമാകുന്നില്ല. ഒരു ഗോൾ ആകാശ് സംഗ്വാന്റെ മാജിക്കൽ ബോളിൽ ഡ്രാസ്റ്റിച്ച് തന്നെ ഈ സീസണിലെ 3ാം നിരച്ചുള്ളയാണെന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി വേണം. ഏതായാലും ഹാഫ് ടൈം സ്കോർ ഹിയർ ഇൻ ഫട്ടോഡ. FC ഗോവ 1 സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി. നിമിഷങ്ങൾ മാത്രമായി ചുരുക്കപ്പെടുന്നു. ആൻഡ് യെസ്, വിസിൽ മുഴങ്ങുന്നു ഫട്ടോഡയിൽ. ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ ഞങ്ങൾ ഈ 2ാം പകുതിയുടെ ആവേശ കാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. കമന്ററി ബോക്സ് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഞാൻ അജു ചോട്ടോമാരി എന്ന താരമാണ് ഇന്ന് ഫിറ്റ്നസ് എടുക്കാൻ നിയോഗിക്കാനാവുന്നത്. നല്ല ഗോൾ തന്നെ. പക്ഷെ സന്ദേശ് ജിങ്കൻ അദ്ദേഹത്തിന്റെ ആ ഒരു ഏരിയൽ ഡൊമിനൻസ് ഒരിക്കൽ തിരിച്ച് ആ പ്രഷർ വിമുക്തമാവാൻ സാധിക്കുക. പക്ഷെ ഇവിടെ വീണ്ടും ഗോവൻ അറ്റാക്കാണ്. നന്നായി ആ പന്ത് സെറ്റപ്പ് ചെയ്തു. ഇഷാന്റെ നല്ല പോരാടി നേടിയ ഒരു അവസരം തന്നെ പറയാം. ആകാശ് സംഗ്വാന്റെ മറ്റൊരു ലോങ് ബോളിൽ തന്നെയാണ് ആ ഒരു അവസരം സൃഷ്ടിച്ചത്. റിബേരോയെ മറികടക്കുന്നു. എന്നാൽ ഗോകുവിനെ മറികടക്കാൻ എളുപ്പമല്ല. ഗോകു അവിടെ വഴി തടഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷെ ഗോകുവിനെ അവിടെ മറികടന്നുകൊണ്ട് തന്നെ ഒരു പുഷൊക്കെ ഉണ്ട്. എന്നാൽ മനോഹരമായ ഗോവൻ സാധ്യത. പക്ഷേ ആ പാസ് റിക്കവറിക്ക് അവിടെ ബ്രൈസന്റെ ശ്രമം കാണാം. അതിനിടയിൽ പോലും 2 കൈ ആയുഷ് അധികാരി വരുത്തി വെച്ച വിനയാണ്. അദ്ദേഹം സമയമെടുക്കുന്നു. സറൗണ്ടിങ്ങിനെ കുറിച്ച് ഒട്ടും അവെയർ അല്ല. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാർഡ് അർഹിക്കുന്ന ഫോളാണ്. കാരണം ബ്രൈസൺ വന്ന് പന്ത് റാഞ്ചി എടുത്ത് 3ാം പെനാൽറ്റി ഗോളിലേക്കാണോ വലിയൊരു പിഴവായി അത് മാറ്റപ്പെടുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ആയിരുന്നു ബ്രൈസൺ ഫെർണാണ്ടസ്. ഇത്തവണ നമുക്ക് അവിടെ ഗോവൻ കളിക്കാരുടെ പ്രസ് ഗോൾ കീപ്പറിലേക്ക് പോകുന്നതൊക്കെ കാണാം. ഗോവയ്ക്ക് അനുകൂലമായ മറ്റൊരു ആക്രമണം. ചാൻസ് ആയിരുന്നു അവിടെ. ക്വാളിറ്റി ബോളാണ് അവിടെ സപ്ലൈ ചെയ്തത്. ഗോളിലേക്കാണ് സ്വന്തം താരങ്ങൾ റൺ ചെയ്യുന്നതെന്ന് കാണുക. ഇവിടെയാണ് ഡ്രാസിച്ചിന്റെ മനോഹരമായ കട്ട് ബാക്കും ക്രോസും. എന്നാൽ ബ്രൈസണെ 2 താരങ്ങൾ ചേർന്ന് മാർക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ബ്രൈസൺ അത് സേവ് ചെയ്ത് ബോക്സിനുള്ളിലേക്ക് വിടുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് റഫറിയുടെ കോൾ വരുന്നു. ഫ്രീ ഹെഡർ റഫറി അവിടെ നമുക്ക് കാണാം
അദ്ദേഹത്തെ സന്ദേശ് ജിങ്കൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ഉള്ള ഒരു എത്തി തുടങ്ങി വെക്കുന്ന ഒരു കാഴ്ച. ലെഫ്റ്റ് ഫ്ലാങ്കിൽ ബ്രൈസൺ അനായാസം ബ്രൈസൺ ബോക്സിനുള്ളിലേക്ക് ബ്രൈസൺ ഷോട്ട്. പക്ഷേ ഇത് 6ാമത്തെ കോർണർ കിക്കാണ് എഫ് സി ഗോവയെ സംബന്ധിച്ച്. ഓൺ ടാർഗറ്റിലേക്ക് അത് വന്നിറങ്ങി തോന്നാൻ ഗോൾ ലൈൻ സേവ് ആണ് അവിടെ. നല്ല പ്രതിരോധം വേണം എന്നതിൽ ആഴ്ന്നു നിൽക്കുകയാണ് ഗോവ എന്നുള്ളത് കാണാം. ഈക്വലൈസറിനുള്ള സുവർണ അവസരമാണത്. നല്ലൊരു കോർണർ. ആ സെറ്റ് പീസ് വന്ന് കറങ്ങി വരുമ്പോൾ റിബേരോ കൃത്യമായി റിബേരോയുടെ തലയിലേക്ക് വരുന്നു. അദ്ദേഹം അതിനെ ഡൈവേർട്ട് ചെയ്യുന്നതും ഡയാൻ ഡ്രാസിച്ചിന് പകരമാണ് അബ്ദുൾ റബി വരുന്നതെങ്കിൽ ഇഷാൻ പണ്ഡിതയ്ക്ക് പകരം ഡാനിയൽ ലാലിംപൂലിയ എന്ന സ്ട്രൈക്കർ ലൈക്ക് ഫോർ ലൈക്ക് റിപ്ലേസ്മെന്റ് ആണെങ്കിൽ ഡയാൻ ഡ്രാസിച്ച് എന്ന പ്ലേ മേക്കറെ പിൻവലിച്ച് അബ്ദുൾ റബി എന്ന വിങ്ങറെ കൊണ്ടുവരികയാണ്. ഉദാന്ത സിംഗിനെ ആയിരിക്കും അപ്പോൾ ഇനി അവശേഷിക്കുന്ന മിനിറ്റുകളിൽ നമ്പർ 10 റോൾ കളിക്കും. ഉദാന്തയും ആകാശ് സാങ്വാനുടെയും കമ്പൈൻ ചെയ്തു. ഉദാന്തയുടെ ഒരു ട്രിക്കറിയൊക്കെ മനോഹരമായിരുന്നു. എന്നാൽ അത് ഉപയോഗിച്ചൊരു ആക്രമണത്തിലേക്ക് മാറുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അതൊരു യെല്ലോ കാർഡ് ചോദിച്ചു വാങ്ങിക്കുകയാണ് അബ്ദുൾ റബി. അവിടെ ഫൗൾ ചെയ്തു. അതിനുശേഷം റീസ്റ്റാർട്ട് ഡിലേ ചെയ്തു എന്നുള്ള കാരണത്തിന് ആ പന്ത് നോക്കുക. വിട്ടാൽ പ്രശ്നമാണെന്ന് ഒരു മലയാളിക്ക് അവസാന സെക്കൻഡുകളിലേക്ക് പോലും ഒരു മാറ്റം തോമസ് ഷോർട്സ് കൊണ്ടുവരുന്നു. പക്ഷെ ഈ മാറ്റങ്ങളുടെ ഇമ്പാക്ട് കാണുന്നില്ലെന്നതാണ്. അസറിന് ലെഫ്റ്റ് ഫ്ലാഗിൽ നിന്ന് വീണ്ടും കേവലം മൈനസ് ഗോളുകളിൽ മാത്രം അത് ചുരുങ്ങുമ്പോൾ കളി അവസാനിക്കുകയാണ്. ഒരു ഹോം വിജയം.